നമസ്കാരം. കുറെ നാളായി ഒരു പുസ്തകത്തിന്റെ കുറച്ച് വരികൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് വായിച്ചിട്ട്. ഇത്തവണ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു പുസ്തകമാണ് ഇത്. ആക്ച്വലി മാതൃഭൂമി ബുക്സിലെ ചേട്ടൻ നേരത്തെ സജസ്റ്റ് ചെയ്തതായിരുന്നു. അന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. നോക്കൂ, ഇത് 15ാമത്തെ എഡിഷനാണ് ഞാൻ വാങ്ങിച്ചത്. സ്പെഷ്യൽ എഡിഷൻ, മരണവംശത്തിന്റെ. ഞാൻ ഷാജികുമാറിനെയും ആദ്യമായിട്ടാണ് വായിക്കുന്നത്. ഇത് കുറേയധികം മുന്നോട്ട് പോയി, ഞാൻ വായിച്ച് ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് സമയം കിട്ടിയപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നും കുറച്ച് വായിക്കാന്ന്. നോർമലി ഞാൻ വായിക്കുന്ന എങ്ങനെയാ, ആദ്യത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാരഗ്രാഫ്. ഇതിൽ അതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വായിക്കാം. കന്തരോളിക്കുന്നിന്റെ ഉച്ചയിൽ വെളിച്ചം പുലരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെടികളും പൂക്കളും സൂര്യസ്പർശമേക്കാതെ ആലസ്യത്തോടെ നിന്നു. മരങ്ങൾക്കിടയിലൂടെ കാറ്റ് ചൂളം വിളിച്ചു. കുന്നിൻ മുകളിൽ ഒറ്റയായി നിൽക്കുന്ന കുടിലിന് മുന്നിലെ പതിയിൽ രമണിയുടെ മനസ്സും നോക്കിക്കൊണ്ട് ചമ്രം പടഞ്ഞിരിക്കുമ്പോൾ ചനിയറുവിന്റെ ഉള്ളിൽ മരണം നിറഞ്ഞു. ചനിയൂർ എന്ന് വെച്ചാൽ കൊറഗജ എന്ന് പറഞ്ഞ തെയ്യം. പൗർണമിയെയും എടുത്ത് കുടിലിന്റെ പുറം വാതിൽ അടയ്ക്കുകയാണ് രമണി. ചനിയറുവിന്റെ സാന്നിധ്യം പതിക്ക് മുന്നിൽ അവൾ അറിഞ്ഞു. കൂപ്പുകൈ പോലെ മുനിഞ്ഞു കത്തുന്ന വിളക്കിലെ തിരിവെളിച്ചം കാറ്റിൽ ഇളകിയാടി. നീ പോകുന്നത് ഏർക്കാനയ്ക്കാ, വേണോ രമണി? ചനിയറുവിൽ ആദ്യം നിറഞ്ഞു. കാറ്റ് ഏർക്കാനയെ ആവർത്തിച്ച് പതിക്ക് മുന്നിൽ ചുറ്റിത്തിരിഞ്ഞു. വിളക്ക് കെട്ടു, പോണം. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്കെല്ലാം തീർക്കണം, എനിക്കുറങ്ങണം. പൗർണമിയെ ഇടനെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച് രമണി കന്തരോളിക്കുന്ന് ഇറങ്ങുന്നത് അടച്ച വാതിലിന്റെ പടിയിലിരുന്ന ചനിയറു നോക്കി നിന്നു. അയാൾ ദീർഘമായി നിശ്വസിച്ചു. കാലങ്ങൾക്ക് മുൻപേ ഹൃദയത്തിൽ ഉറച്ച ഒരു പാട്ടിന്റെ വരികൾ അയാളുടെ മനസ്സിൽ ഓർമ്മയായി വന്നു തൊട്ടു. ഇരുളിന് ഇരുള് വെളിയില്ലാത്ത കാലം, പകലിന് പകൽ വെളിയില്ലാത്ത കാലം. അതാണ് മരണവംശത്തിന്റെ തുടക്കം. നല്ല പുസ്തകം. അപ്പോൾ ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കും. വൈകി വായിച്ചാൽ എനിക്ക് നേരത്തെ വായിക്കാമായിരുന്നു, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ സ്റ്റാർട്ടഡ് റീഡിങ് ദിസ്. വായിക്കുന്ന വേറൊരു പുസ്തകമായിട്ട് വീണ്ടും വേറൊരു അവസരത്തിൽ കാണാം കേട്ടോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമസ്തേ.